ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ട പണ്ഡിതനായിരുന്നു. അവൻ ശപിക്കപ്പെടാൻ കാരണം അനുസരണക്കേട് കാണിച്ചതും അവൻ്റെ അഹങ്കാരവുമാണ്. എന്നാൽ ദജ്ജാൽ എന്തു വർഗമാണ്? കാഫിർ എന്ന് അവൻ്റെ മസ്തകത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. ദജ്ജാൽ ജനിച്ചതെവിടെയാണ്? എന്താണ് ദജ്ജാലിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം? അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇബ്ലീസ് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടിയാണ് ദജ്ജാൽ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യഖ്ലുഖുമായശ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പടക്കും. അതിൽ അള്ളാഹ്ക്ക് വലിയ ഹിക്മത്തുകളുണ്ട്. അള്ളാഹു ഓരോ സൃഷ്ടികളെ പടക്കുന്നതിൽ അള്ളാഹ്ക്ക് വലിയ ഹിക്മത്തുകളുണ്ട്. ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മാനവർക്ക് ഒരു പരീക്ഷണമായിട്ട് ഉള്ള ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ ഇബ്ലീസിനെ പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കൊരു പരീക്ഷണമാക്കി. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ തമീമുദ്ദാരി പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിൽ പ്രസംഗിച്ചൊരു വിഷയമാണ് മഹദി ഉദ്ധരിക്കുന്നത്. ഹദീസുൽ ജസ്സാസ എന്ന പേരിൽ, അത് വിശ്രുതാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദജ്ജാലിനെ കുറിച്ച് പറയുന്നുണ്ട്. ദജ്ജാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, നിലവിലുമുണ്ട്. ഒരിടത്ത് ബന്ധിതമായ നിലക്ക് ദജ്ജാൽ കഴിയുന്നു എന്നത് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ത്യനാളിൻ്റെ ഒരടയാളം എന്നോണം ദജ്ജാൽ ഇനി നിയോഗിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദജ്ജാലുമായി ബന്ധപ്പെട്ട പല വിശേഷണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് കാരണത്താൽ തന്നെ പിന്നെ ദജ്ജാലിനെ കുറിച്ചുള്ള അപായ സൂചന, അപകട മുന്നറിയിപ്പുണ്ടല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത് കാരണത്താൽ പിന്നെ സഹാബികളേറെ ഭയന്നിരുന്നു ദജ്ജാലിൻ്റെ വിഷയത്തിൽ, ഞങ്ങളതിൽ പരീക്ഷിക്കപ്പെടുമോ എന്ന്. അതുകൊണ്ട് തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള വിശേഷണങ്ങൾ വ്യത്യസ്തമായത് കേട്ടത് പലരും പിന്നെ ചില മനുഷ്യരെ കാണുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ച ഈ ദജ്ജാലാണോ ഇത് എന്ന് അവർ നോക്കുമായിരുന്നു, അന്വേഷിക്കുമായിരുന്നു എന്നാണ്. അതാണ് ഇബ്നു സയ്യാദിൻ്റെയൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്ന വ്യക്തിയുടെ ചരിത്രത്തിൽ. ഏതായാലും അന്ത്യനാളിൻ്റെ അലാമത്തെന്നോണം ഈ ദജ്ജാൽ നിയോഗിക്കപ്പെടും. അന്ത്യനാളിന് വലിയ അടയാളങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ദജ്ജാലിൻ്റെ പുറപ്പാട്. ദജ്ജാൽ വലിയ ഫിത്നയായിട്ടാണ് വരിക. എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ കൊല്ലുകയും കൊന്നവരെ ജീവിപ്പിക്കുകയും ചെയ്യുക. അതുവരെ അള്ളാഹു അയാളിലൂടെ നടപ്പിലാക്കും. അയാളെ ആദ്യം അയാൾ പിന്നെ നുബുവത്ത്, പ്രവാചകത്വം വാദിക്കും, പിന്നീട് ദിവ്യത്വം വാദിക്കും, ഞാൻ റബ്ബാണെന്ന് വാദിക്കും. അങ്ങനെ വലിയ വലിയ പരീക്ഷണമായിരിക്കും ദജ്ജാലിൻ്റേത്. 40 ദിവസമാണ് ഇവിടെ ഈ ഭൂമുഖത്തുണ്ടാകുക. ആ 40 ദിവസം ലോകരെ മുഴുവൻ പരീക്ഷിക്കും വിധമാണ് ദജ്ജാലിൻ്റെ വർത്തനം. ഏതായാലും ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇതൊക്കെ ഒരു ഗൈബിയായ വിഷയങ്ങളാണ്. നമുക്ക് പിന്നെ അദൃശ്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അനുഭവങ്ങൾക്കപ്പുറം ഈ വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവുകളിൽ പരിമിതപ്പെടേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ പ്രമാണവചനങ്ങൾ എന്തു പറഞ്ഞോ അതിൽ പരിമിതപ്പെടുക, അവിടെ നിൽക്കുക എന്നുള്ളതിനപ്പുറം നമുക്കൊന്നും ഗവേഷണം നടത്തി പറയാൻ പാടുള്ളതല്ല. പിന്നെ ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പഠിപ്പിച്ചു. അന്ന് സച്ചരിതരായ സഹാബത്ത് അതിനോടൊക്കെ എങ്ങനെ പ്രതികരിച്ചോ അതിലൊക്കെ എന്ത് നിലപാട്, ആ നിലപാട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൽ പരിമിതപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ കരണീയം. അതുകൊണ്ട് ദജ്ജാൽ പഠിക്കണം, ദജ്ജാലിനെ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദജ്ജാലിനെ പഠിപ്പിച്ചതും വിശേഷിപ്പിച്ചതും ഒക്കെ, പിന്നെ ദജ്ജാലിനെ കുറിച്ചുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയത്. അതുകൊണ്ട് നമ്മളതൊക്കെ അറിയൽ അനിവാര്യമാണ്. പക്ഷേ ഈ അനിവാര്യതകൾക്കും ആവശ്യങ്ങൾക്കും അപ്പുറമുള്ള അന്വേഷണങ്ങളുണ്ടല്ലോ, ഇത്തരം വിഷയങ്ങൾ, ഇത് ഗൈബിയായ വിഷയങ്ങളാണ്. അതിലേക്ക് പോകുന്നത് കരണീയല്ല, ശരിയല്ലാതെ. ഇതാണ് അതിൽ പറയാനുള്ളത്. ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം ദജ്ജാൽ എന്നുള്ളൊരു പടപ്പുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സൃഷ്ടിയെ പടച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുന്ന കാലത്ത് ദജ്ജാൽ ഇവിടെ ഉണ്ട്. ദജ്ജാലിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദജ്ജാൽ തുടരുന്നു. അന്ത്യനാളോടനുബന്ധിച്ചിട്ട് ദജ്ജാലിന് ഒരു ഖുറൂജ് ഉണ്ട്, ഒരു പുറപ്പാടുണ്ട്. ആ പുറപ്പാട് അതിവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലോകം കൂടുതലില്ല. മനസ്സിലാക്കി? അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങൾ, ഒരു മാലയുടെ നൂലറ്റാൽ മാലമണികൾ എങ്ങനെ വീഴുന്നു അതുപോലെ തുടർച്ചയിൽ വരുന്ന കാര്യങ്ങളാണ്. ദജ്ജാലിൻ്റെ പുറപ്പാടുണ്ടാകും, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവതരണം ഉണ്ടാകും, പിന്നീട് ദജ്ജാലിനെ കൊല്ലുന്ന അവസ്ഥ ഉണ്ടാകും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ. ഏതായാലും ഇവിടെ ചോദ്യത്തിൽ ദജ്ജാൽ എന്തിന് സൃഷ്ടിക്കപ്പെട്ടു? ദജ്ജാലിന് സൃഷ്ടിക്കപ്പെട്ടതിൽ അള്ളാഹ് ചില
വലിയ ഹിക്മത്തുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഹിക്മത്താണ് ആളുകളെ പരീക്ഷിക്കുക എന്നുള്ളത്. ആളുകൾ എവിടെ കാലുകുത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു തന്നു. അവൻ്റെ പ്രത്യേകതകൾ ഇന്നതാണെന്ന് പറഞ്ഞു. അവൻ ഇന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അവനിൽ വഞ്ചിതരാകരുത് എന്ന് പറഞ്ഞു. അവനെ കാണുന്നൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കണ്ണുകൾക്കിടയിൽ കഫറ എന്ന് എഴുതിയത് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ അത് എഴുതിയിട്ടും അവൻ അത്ഭുത പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ഇവന് റബ്ബാണ്, എൻ്റെ ആരാധ്യനാണ്, ദൈവമാണെന്ന് പറഞ്ഞിട്ട് അവനിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒക്കെ മുന്നറിയിപ്പ് നൽകി. ഇങ്ങനെ ആളുകളെ പരീക്ഷിക്കാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു സബബ്, ഒരു കാരണമാണ് ദജ്ജാൽ. ദജ്ജാലിനോട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ദജ്ജാൽ തുടരുന്നു. അന്ത്യനാളിനോടനുബന്ധിച്ച് ഖുറൂജ് ഉണ്ടാകും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിലുള്ളത്. അല്ലാഹു അഅലം.